വെടിമരുന്ന് ചൈനയിലാണ് കണ്ടെത്തിയത്. ദാവോയിസ്റ്റ് കാലത്ത് ജീവിച്ച ഒരു ആൽക്കമിസ്റ്റാണ് വെടിമരുന്ന് കണ്ടെത്തിയത്. അവരതിനെ മെയിനായിട്ട് പടക്കങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വെടിമരുന്ന് ഉപയോഗിച്ചിരുന്നത്. അവർക്ക് മറ്റു വയലൻസുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ മംഗോൾ അധിനിവേശം ചൈനയിലെ സോങ് സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി, തോൽപ്പിച്ച് കളഞ്ഞപ്പോൾ ചൈനക്കാർ ഒരിക്കലും ഒരു മാൻഹാട്ടൻ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തില്ല എന്ന് യുവാൽ ഹരാരി എഴുതുന്നത് കാണാം. ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ അണുബോംബിട്ടൊരു പ്രൊജക്റ്റാണല്ലോ മാൻഹാട്ടൻ പ്രൊജക്റ്റ്. ഇങ്ങനെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെടിമരുന്ന് എന്ന ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ പേരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നശീകരിക്കാം എന്ന ഒരു ഗവേഷണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മറിച്ച് യുദ്ധം എന്ന് പറയുന്നത് അന്നും മനുഷ്യരുടെ ശൗര്യങ്ങൾ തമ്മിൽ കോർക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിരുന്നു. മാത്രം എന്നത് അത്ര കൃത്യമാവില്ലെങ്കിലും പ്രീഡോമിനൻ്റ്ലി അങ്ങനെ ആയിരുന്നു, മെയിൻലി അങ്ങനെ ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു 600 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടർക്കിഷ് പീരങ്കി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കോട്ടകൾ തകർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചത്. പക്ഷേ ഐൻസ്റ്റൈൻ E=mc² കണ്ടെത്തി 40 വർഷം തികയുമ്പോഴേക്കും ആധുനികതയിൽ ഒരു മാൻഹാട്ടൻ പ്രൊജക്റ്റ് ഓണായി എന്ന് അദ്ദേഹം എഴുതുന്നത് കാണാം. അപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു എന്ന് എഴുതുന്നത് കാണാം. അപ്പോൾ ആധുനികത ടെക്നോളജിയെ എത്രയും പെട്ടെന്ന് വയലൻസിന് വേണ്ടി ഉപയോഗിച്ചു. പൂർവാധുനികതയിൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തീർത്തും യാദൃശ്ചികമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പ്രകൃതിക്ക് മേലും മനുഷ്യൻ്റെ ലാഭം അടിസ്ഥാനമാക്കിയും എങ്ങനെ ചുറ്റുപാടുകളെ കീഴടക്കാം എന്നത് അടിസ്ഥാന ലക്ഷ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജിയെ അതിനനുസരിച്ച് ദുരുപയോഗം ചെയ്യുന്ന സ്വഭാവം മനുഷ്യർക്കുണ്ടാവും. ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ വിഷയത്തിലും ഇമ്പീരിയലിസത്തിൻ്റെ വിഷയത്തിലും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ, സോഷ്യൽ മീഡിയ അടക്കമുള്ള ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും.